ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ചെമ്മീൻ റോസ്റ്റായിട്ടാണ് കേട്ടോ. ചെമ്മീൻ മാത്രമല്ല, ഇതിൽ കുറച്ച് ഞണ്ടും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സ്ഥലം നമ്മൾ നടുക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ട് വേഗം വഴറ്റിയെടുത്തതിന് ശേഷം കറിക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളകിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനൊരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കാരണം ഒരു ചെറിയ മസാലയുടെ ഫ്ലേവറും കൂടി കറിക്കുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ മസാലയും കൂടി നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കാണ്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഏകദേശം 2 മിനിറ്റോളം നിപ്പിൽ അങ്ങോട്ട് ഇളക്കി നമ്മുടെ കൈ കഴക്കുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ഞണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീത്തിൻ്റെ ലുക്ക് ഉണ്ടെന്നും ആരിഞ്ഞിട്ടാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്നാണ് കറി വെക്കാനെടുത്തത്. അപ്പോൾ ആ ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ആ ഒരു ലുക്കാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മരത്തവിയും കൊണ്ട് ഇടിച്ച് നമുക്കതിനെല്ലാം സെപ്പറേറ്റ് ആക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അതിനെത്തിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിയട്ടെ. ഒരു 5-6 മിനിറ്റ് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അത് മൊരിഞ്ഞതിൻ്റെ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിലുള്ള വലിയ ചെമ്മീനൊന്നും വേകാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കാണുന്ന വലിയ ചെമ്മീനുണ്ടല്ലോ, അതിങ്ങനെ റബ്ബർ പോലെ കിടക്കും, അതിൻ്റെ ഉള്ളിൽ വേകൂല. അപ്പം നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് ആകുമ്പോഴേക്കും നല്ലപോലെ വേകും. അതല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി വെളിച്ചെണ്ണയും തീരും, എല്ലാം തീരും. അപ്പം നമ്മുടെ കൈയും കിഴക്കും. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പണിയെല്ലാം വേഗം ഒന്ന് കുറയും. അങ്ങനെ ഞാൻ ക്ഷമയില്ലാണ്ട് ഇതിലേക്ക് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ച് ആ വലിയ ചെമ്മീനെ വേവിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഞണ്ടൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ടാകണം നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഇളക്കി ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കണമെങ്കിൽ നോക്കാം ഈ സമയത്ത്. കാരണം ഇത് ഇളക്കി വരുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കൊതി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഉപ്പൊക്കെ നോക്കി സെറ്റാക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മുടെ ഈസി ചെമ്മീൻ ആൻഡ് ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോറും കൂടി കിട്ടിയെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ നല്ല മണം തിന്നായിരുന്നു അല്ലേ. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.